എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളില്ല. അല്ല, മൂവി ആക്ച്വലി നല്ല മൂവി ആയിരുന്നു. പക്ഷേ കുറേ എടുത്തിട്ടുള്ളത് കുറേ മോശമാണ്. കഥയൊക്കെ കറക്റ്റാണ്, കൊള്ളാം. പക്ഷേ ഡയലോഗ്സൊക്കെ കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നുന്ന ഡയലോഗ്സ് വേണമായിരുന്നു. പിന്നെ നാടകം പോലെയാണ് ഇരുന്നത്. പിന്നെ മൂവി കഥ നല്ല കഥയായിരുന്നു, നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എടുത്തിട്ടുള്ളത് ശരിയായില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സീനിനകത്ത് നായികയുടെ മാല ഇവിടെ ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കണേ. അതേ സീനിൽ തന്നെ അടുത്ത ഇത് കാണിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ, നന്നായിട്ട് ശ്രദ്ധിച്ച് എടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഡയലോഗ്സ് എല്ലാം ഒരുമാതിരി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് ആ ഡയലോഗ്സ്. അങ്ങനെയല്ലല്ലോ, നമ്മൾ ജെന്യുവനായിട്ട് ഡയലോഗ്സ് വരണ്ടേ. തെയ്യക്കൊല ബാക്കി കണ്ടന്റ് ഓക്കെ, കണ്ടന്റ് 100% നല്ല സിനിമ, നല്ല കണ്ടന്റ്. പക്ഷേ അത് എടുത്തിരിക്കുന്നത് ശരിയായി. ഓഡിയൻസിന് കണക്ട് ആവാൻ ഇന്ന് ഞങ്ങൾ ഉൾപ്പെടെ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അഭിനേതാക്കളെ സെലക്ട് ചെയ്യുന്നതിലും ചെറിയ ചെറിയ ഇതൊക്കെ മാറ്റണമായിരുന്നു. സീമാജി നായർ മാത്രമേ അതിൽ, പിന്നെ നായികയും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും അതെ, പയ്യനാണെങ്കിൽ പറഞ്ഞു നുള്ളിയാൽ പോലും കരയത്തില്ല. കുറച്ചും കൂടി എന്താ നല്ല കണക്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാമായിരുന്നു. കണ്ടന്റ് നല്ലതാണ്. ഈ ഫോൺ കാരണം ചില വീടുകളിലെ പയ്യന്മാർ നശിച്ചു പോകുന്നതിൻ്റെ ആ ഒരു ഫാമിലി തീമാണ്, നല്ലതാണ്. കണക്റ്റ് ആവുമായിരിക്കും. കാരണം സീമാജി നായർ അനുഭവിക്കുന്നതൊക്കെ പല അമ്മമാരും അനുഭവിക്കുന്നതാണ്. പയ്യൻ തിരിച്ച് നല്ല രീതിയിൽ വന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് അവനെ പിന്നെ ഒരു ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ പേടിച്ചു. അവനെ കൊണ്ട് മരണത്തിൽ തള്ളി. നല്ല മെസ്സേജാണ്. പിന്നെ ആ ദുരന്തം സംഭവിച്ചെങ്കിലും അവർ അച്ഛനും സപ്പോർട്ട് ചെയ്തു. തിരിച്ച് അവൻ ആ ഫാമിലി ലൈഫിലേക്ക് കയറിയതും പെണ്ണ് നല്ലതായിട്ട് നിന്നതും എനിക്കിഷ്ടപ്പെട്ടു. വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു തീമാണ്. പെണ്ണ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും അറിയാം. ലാപ്ടോപ്പിൽ തന്നെ പുള്ളി അത് ആ ക്രെഡിറ്റ് കാർഡിൻ്റെയും ജോലി നേടിയതും അനിയനെ നല്ലതായിട്ട് തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല തീമാണ്, ഫാമിലിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു.